ദേശാടന പക്ഷികളുടെ ഇഷ്ടതാവളമായ ആനിക്കാട് മണിയംകുളം പാടത്ത് വിരുന്നെത്തിയിരിക്കുകയാണ് 100-ൽ പരം സൈബീരിയൻ കൊക്കുകൾ. ഒരു റിപ്പോർട്ട്. ദേശാടന കിളികളുടെ ഇഷ്ടതാവളമായ ആനിക്കാട് മണിയംകുളം പാടത്ത് നവാഗതരായി വിരുന്നെത്തിയിരിക്കുകയാണ് 100-ൽ പരം സൈബീരിയൻ കൊക്കുകൾ. ഒരാഴ്ച മുമ്പാണ് വിസ്മയക്കാഴ്ചയൊരുക്കി ദേശാടന പക്ഷികളായ സൈബീരിയൻ കൊക്കുകൾ പാടത്തെത്തിയത്. പുലർച്ചെ മുതൽ വെയിൽ കനക്കുന്ന സമയം വരെ ഇവ കൂട്ടമായി പാടത്തുണ്ടാകും. എന്നാൽ ഉച്ചവെയിലാകുന്നതോടെ മിക്കവയും സമീപത്തുള്ള മരങ്ങളിൽ വിശ്രമിക്കുകയാണ് പതിവ്. ഇപ്പോൾ കൃഷി ഇറക്കുന്നില്ലെങ്കിലും ജലസമ്പന്നമായ പാടത്ത് പലയിനം പക്ഷികൾ ഋതുഭേദങ്ങളനുസരിച്ച് വിരുന്നെത്താറുണ്ട്. എന്നാൽ ആദ്യമായാണ് സൈബീരിയൻ കൊക്കുകൾ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അന്യദേശക്കാരായ പക്ഷിക്കൂട്ടത്തെ വേട്ടക്കാരിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ നിതാന്ത ജാഗ്രതയിലാണ് നാട്ടുകാർ. സൈബീരിയൻ കൊക്കുകളെ ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. അത് ഒരു 1.5 ആഴ്ചയോടുകൂടിയാണ് ഇവിടെ വന്നു തുടങ്ങിയത്. അത് കൂട്ടത്തോടെ വന്നെന്ന് പറഞ്ഞാൽ ഒരു 100-150 അടുത്ത് വരാറുണ്ട്. ഏകദേശം ഒരു 150 കാണാറുണ്ട്. അത് രാവിലെയാണ് അധികവും വരാറുള്ളത്. ഉച്ച സമയത്ത് വെയിലിൻ്റെ ചൂട് കാരണം കൊണ്ട് അത് അധികവും മരക്കൊമ്പുകളിലൊക്കെ വിശ്രമിക്കും. അതിനുശേഷം വൈകിട്ട് വീണ്ടും പാടത്ത് കാണാറുണ്ട്. പക്ഷികളെ പിടിക്കാൻ വേട്ടക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. എങ്കിൽ പോലും ഇവിടുത്തെ നാട്ടുകാർ ജാഗ്രതയായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. സൈബീരിയയിൽ നിന്നും കാസ്പിയൻ മേഖലയിൽ നിന്നും ശൈത്യകാലത്തെ അതിജീവിക്കുന്നതിനാണ് ഇവ ഭക്ഷണസമൃദ്ധമായ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ തേടിയെത്തുന്നത്. രാജ്യാന്തര യാത്ര നടത്തുന്ന കൊക്കുകൾ യാത്രാമധ്യേ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും വടക്കൻ പാകിസ്ഥാനിലും താവളമടിച്ച ശേഷമാണ് ദക്ഷിണേന്ത്യയിലെത്തുന്നത്. യാത്രാവേളയിൽ വേട്ടയാടപ്പെടുന്നതുകൊണ്ട് ഇവ വംശനാശ ഭീഷണിയിലുമാണ്. കണ്ണൂരിലെ കാട്ടാമ്പിള്ളി, കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി, കുമരകം, പാതിരാമണൽ, അമ്പലമുകൾ എന്നീ മേഖലകളിലാണ് സൈബീരിയൻ കൊക്കുകൾ ഇഷ്ടതാവളമായി എത്താറുള്ളത്. പരിസ്ഥിതി നാശവും തണ്ണീർത്തടങ്ങളുടെ ശോഷണവും മൂലം പുതിയ താവളം തേടിയെത്തിയതാവണം ഇവ മണിയംകുളം പാടത്ത്. മാർച്ച് മാസത്തോടെയാണ് ഇവയുടെ മടക്കയാത്ര ആരംഭിക്കുന്നത്.